മുബഷീർ, ഇന്നലെ ജോർജ് കുര്യന്റെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഛത്തീസ്ഗഡിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധികളൊന്നും സമരമുഖത്തില്ല എന്നുള്ളത്. പക്ഷേ അത് നിഷേധിക്കുകയാണല്ലോ ഇപ്പോൾ MLA. മാത്രമല്ല, ഈ സർക്കാരിനെതിരായി തന്നെ കോൺഗ്രസ് പ്രതിനിധികൾ ഉണ്ട്. ഛത്തീസ്ഗഡിൽ തന്നെ പല സമരപരിപാടികളും ആലോചിക്കുന്നു എന്നാണോ പറയുന്നത്? ഗുഡ് മോർണിംഗ് റോഷി. അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഒരു ഭാഗത്ത് BJP വ്യാപകമായിട്ട് ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നില്ല. അവിടെ പ്രതിപക്ഷം കോൺഗ്രസ് ആയിട്ട് പോലും എന്താണ് അവർ ഒരു വിഷയത്തിൽ താല്പര്യമെടുക്കാത്തെന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു, വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, സമരപരിപാടികളെക്കുറിച്ച് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പമുള്ള MLA കൂടിയായുള്ള സജീവ് ജോസഫ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ കൃത്യമായുള്ള നിർദ്ദേശത്തെ തുടർന്ന് കൂടിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നീതി നിഷേധം തുടരുകയാണെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് സജീവ് ജോസഫ് വ്യക്തമാക്കുന്നത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് കാര്യം ചർച്ച ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ചേർന്നായിരിക്കും ഈ പറയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള UDF MPമാരും MLAമാരും ഉൾപ്പെടെ അണിചേരുന്ന ഒരു സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുക എന്നുള്ളതാണ്. ഒരു ഭാഗത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായുള്ള അമിത്ഷായുടെ ഉറപ്പ് ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ്, സ്വാഗതാർഹമാണ്. നേരത്തെ UDF MPമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെയായിരുന്നു അമിത്ഷാ ഇത്തരമൊരു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ BJPയുടെ പ്രതിനിധികളൊക്കെ തന്നെ കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ജാമ്യം നിഷേധിക്കില്ല, കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ കോടതിയിൽ വെച്ചുണ്ടായ സംഭവം കണ്ടതാണല്ലോ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഹൈക്കോടതിയിൽ ഇവിടെയുള്ളൊരു പ്രമുഖ സീനിയർ അഭിഭാഷകൻ മുഖാന്തരം തന്നെ ജാമ്യത്തിന് കുടുംബം ശ്രമിക്കുന്നുണ്ട്. ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് കുടുംബവും ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ MLAമാർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നു. വിശേഷം അമിത്ഷാ അത്തരമൊരു ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ സാഹചര്യത്തിൽ ഈ ജാമ്യത്തെ എതിർക്കേണ്ടതില്ലെന്ന് ഛത്തീസ്ഗഡ് സർക്കാരിനോട് പറയുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതീക്ഷ വർദ്ധിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിൽ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനുവേണ്ടി തന്നെയാണ് രാജ്യവും രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നത്.